കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായി. ആളപായം ഇല്ല. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. സമീർ സിംഗ് മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, ഏത് സാഹചര്യത്തിലാണ് ഈ അത്യാഹിത വിഭാഗത്തിൽ തീ പിടിച്ചത്? തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് പാടുപെട്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN അല്പസമയം മുമ്പാണ് കാഷ്വാലിറ്റിയുടെ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ AC യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടുന്ന് രോഗികളെയൊക്കെ തന്നെ 3 നിലകളിലുള്ള രോഗികളെ ഇവിടുന്ന് പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഗുരുതരാവസ്ഥയിലുള്ള ചിലരുണ്ട്. അവരെ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ആംബുലൻസുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ള മുഴുവൻ പേരെയും പെട്ടെന്ന് തന്നെ മറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ അത്തരം പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. ഇത് നിരവധി രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ ഒരു ആശങ്ക ഈ കാര്യങ്ങളിലേക്ക് എത്തുന്നതും. പ്രത്യേകിച്ചും എത്രമാത്രം ആളുകൾ ഇവിടുന്ന് ഇതിനോടകം മാറ്റി എന്നത് പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായും 3 നിലകളിലുള്ള രോഗികളെയും അതുപോലെ അവരുടെ കൂട്ടിരിപ്പുകാരെയും ഒക്കെ തന്നെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. തീപിടുത്തത്തിന് ഇപ്പോൾ അറുതിയായിട്ടുണ്ട്. അത് അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ പുക ഇവിടെ കെട്ടി നിൽക്കുകയാണ്. അത് വലിയ ശ്വാസ തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് രോഗികളെയൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമങ്ങളുമായിക്കൊണ്ട് പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും ഫയർഫോഴ്സും ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നു. നിരവധി രോഗികളെയാണ് ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സമീപത്തെ ആശുപത്രികളിൽ നിന്നൊക്കെ അതുപോലെ സന്നദ്ധ സംഘടനയുടെയൊക്കെ നേതൃത്വത്തിലുള്ളവരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുമായാണ് പലരും എത്തുന്നത്. അങ്ങനെ ആംബുലൻസ് എത്തിക്കൊണ്ട് സമീപത്തുള്ള സർക്കാർ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കുമായിക്കൊണ്ട് ഗുരുതരാവസ്ഥയിലുള്ള മുഴുവൻ പേരെയും ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ശ്വാസ തടസ്സം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അത് വലിയ ഒരു ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ രോഗികളായവരെ വളരെ വേഗത്തിൽ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പുക ഇപ്പോഴും കെട്ടി നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരം ഒരു സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. രോഗികളെ ഓരോരുത്തരെ ആയിക്കൊണ്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ അവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്ക് നമുക്കിപ്പോൾ കാണാനാവുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ള ആളുകളാണ് പലരും. അതുകൊണ്ട് തന്നെ അവരെ ഒരു നിമിഷം പോലും ഇവിടെ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ നിലനിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. സമീപത്തെ മറ്റ് ആശുപത്രികളിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന ആ കാഴ്ചയാണ്. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും നിരവധി പേരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടിയായിക്കൊണ്ട് എത്തുന്നത്. ഒപ്പം രോഗികളുണ്ട്, അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അവരൊക്കെയും വലിയ ആശങ്കയിലാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. പക്ഷേ പുക വലിയ രീതിയിൽ ഇപ്പോഴും കെട്ടി നിൽക്കുന്നു. അത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ ശ്വാസ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ വളരെ വേഗത്തിൽ സമീപത്തെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് SKN.